വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള സെന്റ് ജോർജ് ഫെറാന പള്ളിയിലെ പെരുന്നാളിനെത്തുന്നവർക്ക് ജാതിമത വർഗഭേദമില്ല. 3-ാം നൂറ്റാണ്ടിൽ കപ്പഡോക്കയിൽ ജനിച്ച ഗീവർഗീസ് റോമൻ ചക്രവർത്തിയായ ഡയക്ലോഷ്യസിന്റെ സൈന്യത്തിൽ ചേർന്നു. ക്രമേണ ഗീവർഗീസ് പടത്തലവനും ന്യായാധിപനുമായി. പക്ഷേ ഈ സുവർണകാലം ഏറെ നീണ്ടുനിന്നില്ല. ക്രൈസ്തവർക്കെതിരെ റോമൻ ചക്രവർത്തി മതപീഡനം അഴിച്ചുവിട്ടപ്പോൾ സ്ഥാനമാനങ്ങൾ രാജിവെച്ചു. ഉടൻ തന്നെ ഭരണാധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പലവിധ പീഡനങ്ങൾക്കും വിധേയനാക്കി. AD 303 ഏപ്രിൽ 23 നിക്കോദയിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെട്ടു. ഇതിഹാസ തുല്യമായ ജീവിതമാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടേത്. ആ കാലഘട്ടത്തിൽ പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് സർപ്പത്തെ കുന്തം കൊണ്ട് കുത്തി മലർത്തി രാജകുമാരിയെ സഹദ രക്ഷിച്ച സംഭവം. അശ്വാരൂഢനായ വിശുദ്ധന്റെ തിരുസ്വരൂപത്തോടാണ് കാണുന്ന രാജകുമാരിയും സർപ്പവും തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള മോചനത്തിൻ്റെ അടയാളമായി വിശ്വാസികൾ കാണുന്നു. മാറാരോഗികളും വികലാംഗരും രോഗശാന്തി തേടി എടത്വ പള്ളിയിലെത്തുന്നു. നേർച്ചക്കുടയും പിടിച്ച് വാദ്യഘോഷങ്ങളോടുകൂടി ദേവാലയത്തിന് ചുറ്റും വലം വയ്ക്കുന്നവരെയും തലയിൽ ഇഷ്ടിക ചുമന്ന് പ്രദക്ഷിണം വയ്ക്കുന്നവരെയും ധാരാളമായി കാണാം. പള്ളിമുറ്റത്ത് ചുട്ടുപഴുത്ത ചരലിൽ മുട്ടിന്മേൽ നീന്തി പരിഹാര പ്രദക്ഷിണം നടത്തുന്ന വിശ്വാസികളും ഉണ്ട്. കയ്യിലൊന്നുമില്ലാതെ തീർത്ഥാടകരാരും വിശുദ്ധനെ ദർശിക്കാറില്ല. തീർത്ഥാടകരും വിശുദ്ധനെ ധാരാളമായി കാണാനെത്തിച്ചേരുന്നു. വിശുദ്ധൻ്റെ അടിമയായി തീർന്നാൽ രോഗത്തിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും മോചനം നേടാമെന്നും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഗീവർഗീസ് പുണ്യാളൻ തങ്ങളെ കാത്തുരക്ഷിക്കുമെന്നും വിശ്വാസികൾ കരുതുന്നു. എടത്വ പള്ളിയിൽ അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളിൽ പ്രമുഖ സ്ഥാനം നേർച്ചക്കോഴികൾക്കാണ്. തീർത്ഥാടകർ നേർച്ചക്കോഴികൾ മത്സ്യബന്ധത്തിന് പുറംകടലിൽ പോയി കടൽക്ഷോഭത്തിൽ അകപ്പെട്ട അനവധി പേർ ഗീവർഗീസ് പുണ്യാളന്റെ അനുഗ്രഹത്താൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ നിരവധി കഥകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. ഒരിക്കൽ കന്യാകുമാരി ജില്ലയിലെ ചില വ്യവസായികൾ കടൽ മാർഗം കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യേ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിനിരയായി. ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ടെങ്കിലും അവരുടെ അണിനയമ്പ് നഷ്ടപ്പെട്ടു. അതിനെ തുടർന്ന് വള്ളത്തിൻ്റെ ഗതിതെറ്റി എത്തിച്ചേർന്നത് എടത്വ പള്ളിക്ക് സമീപമാണ്. പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച ശേഷം തിരികെ വള്ളത്തിൽ കയറിയപ്പോൾ ഒരു വൃദ്ധൻ അണിനയമ്പ് അവരുടെ അണിയറക്കാരൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം അപ്രത്യക്ഷനായെത്തി. ആ അണിനയമ്പ് ഉപയോഗിച്ച് അവർ തുഴഞ്ഞ് കൊച്ചിയിലെത്തിയെന്നാണ് എടത്വ പള്ളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു ഐതിഹ്യം. ചമ്പക്കുളത്തേക്കും നിരണത്തേക്കുമുള്ള യാത്ര വളരെ ക്ലേശകരമായിരുന്നതിനാൽ എടത്വയിലെ വിശ്വാസികൾ സ്വന്തമായൊരു ദേവാലയമെന്ന ആശയം മുന്നോട്ട് വെച്ചു.